സഭയെന്ന് പറഞ്ഞാൽ ഒരു സൺഡേ മോർണിംഗ് സർവീസല്ല. ഇന്നൊത്തിരി പേർക്ക് സഭയെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഒരു നല്ല ആരാധന വേണം. ചിലർക്ക് പറയും ഞങ്ങൾക്കൊരു നല്ല കൂട്ടായ്മ വേണം. ചിലർ പറയും ഞങ്ങൾക്ക് വചനം വേണം. ചിലർ പറയും ഞങ്ങൾക്കൊന്ന് പാടിയൊന്ന് ആരാധിക്കണം. ഓക്കെ, അതൊക്കെ നല്ല കാര്യം, ഇതെല്ലാം ഉള്ളത് തന്നെ. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ ഉപരി വേണ്ടുന്നത് ചർച്ച് ഈസ് എ ഫാമിലി. സഭ ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വ്യത്യസ്തരായിരിക്കാം, പക്ഷേ ആ അംഗങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്, ആ അംഗങ്ങൾ തമ്മിലൊരു സ്നേഹമുണ്ട്, ആ അംഗങ്ങൾ തമ്മിലൊരു കരുതലുണ്ട്. ആ കരുതൽ ഏത് ലെവൽ വരെ പോകണമെന്നറിയാം. ഞാനിന്ന് രാവിലെ ഇവിടെ വായിപ്പിച്ചു ആ വാക്യം. യോഹന്നാൻ 3:16 എല്ലാവർക്കും കാണാപ്പാടമാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ തരുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഈ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നുള്ള പറഞ്ഞാലേ ആ പഞ്ച് വരത്തുള്ളൂ. ഗോഡ് സോ എത്ര നീട്ടിയാലും കുഴപ്പമില്ല, അത്രയ്ക്കാണ് അതിൻ്റെ പഞ്ച്. പക്ഷെ നമ്മൾ ചുമ്മാ കാണാപ്പാടം അങ്ങ് പറഞ്ഞു വിടും. അങ്ങനെയെങ്കിൽ അതേ യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുമ്പം 1 യോഹന്നാൻ 3:16-17 വായിച്ചേ. സ്നേഹം എന്തെന്ന് ഒരുവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ പ്രാണനെ വെച്ച് കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? ആ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കണം. ദൈവ സ്നേഹമേ. ഇന്ന് പ്രശ്നം ഈ ദൈവം നമ്മോട് ചെയ്ത സ്നേഹത്തെപ്പറ്റി നമ്മളിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കണം എന്നല്ല യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. എന്തുവാ? നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടവൻ. ഇവിടെ നിങ്ങൾ എൻ്റെ സഹോദരനോ? അയ്യോ, ഒരു കാര്യം പറയും, ക്രിസ്തുവിൽ നമ്മളെല്ലാം സഹോദരങ്ങളാണ്. ഭാര്യയും ഭർത്താവും, നിങ്ങൾ വീട്ടിൽ ഭാര്യയും ഭർത്താവാണ്, ക്രിസ്തുവിൽ നിങ്ങൾ സഹോദരന്മാരാ. അടുത്തിരിക്കുന്ന ഭാര്യയെ നോക്കിയിട്ട് സഹോദരി എന്നൊന്ന് വിളിച്ചേ. നിങ്ങളെന്തോ ചിരിക്കുന്നത്? ഞാനെന്തോ വചന വിപരീതം പറഞ്ഞ പോലെ വചനമോ പറയുന്നത്. അങ്ങ് ചെന്നിട്ട് ഭാര്യയും ഭർത്താവും ഒന്നുമില്ല, ക്രിസ്തുവിൽ ആണും പെണ്ണും ഇല്ല, ഭാര്യയായ സഹോദരി. ഭാര്യയാണ് പക്ഷേ സഹോദരിയാണ്, അല്ലേ? അപ്പോൾ ഈ സഹോദരന് വേണ്ടി എന്ത് ചെയ്യണം? ജീവൻ കൊടുക്കണം. പ്രാണനെ കൊടുക്കണം, പ്രാണനെ വെച്ചു കൊടുക്കണം. വെച്ചു കൊടുക്കണം. അപ്പം പ്രാണനെ വെച്ച് നമ്മളെ സ്നേഹിച്ചെങ്കിൽ നമ്മൾ അന്യോന്യം പ്രാണനെ വെച്ചു കൊടുത്ത് സ്നേഹിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ഇതൊരേ യോഹന്നാൻ തന്നെ ഇത് പറഞ്ഞു, ഒന്ന് സുവിശേഷത്തിലും ഒന്ന് ലേഖനത്തിലും. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് പോരുത്. അപ്പം ഞാൻ എന്തിനിത് പറഞ്ഞു തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഒരു കരുതുന്ന കുടുംബം, അതാണ് സഭാ കുടുംബം. നമ്മുടെ പകൽ വീട് എന്ന് പറഞ്ഞൊരു ശുശ്രൂഷയുണ്ട്, നിങ്ങൾക്കറിയാം. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, വേറൊന്നുമല്ല, ഒരു ഡേ കെയർ സെൻറ്റർ ഫോർ സീനിയേഴ്സ് എന്ന് പറഞ്ഞേക്കാം, അല്ലേ? അതായത് പകൽ, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഡേ കെയറിൽ വിടുന്നു. അതുപോലെ പ്രായമായവർ പകൽ അവർ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ ഇരിക്കണ്ട, അവരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി പകൽ മുഴുവൻ നല്ല കൂട്ടായ്മ നമുക്ക് തരുന്നു. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പാട്ടും പ്രാർത്ഥനയും മാത്രമല്ല. കഴിഞ്ഞ ആഴ്ച ഒന്നുകൂടെ പറഞ്ഞേക്കാം. ചിലർ അത് ചിന്തിച്ചവിടെ ചെന്നിട്ട് ഇവിടെ തമാശയൊക്കെ പറയുന്നു, ഇവിടെ പൊട്ടിയൊക്കെ ചിരിക്കുന്നു. പിന്നെ പൊട്ടിയല്ലാതെ പിന്നെ എങ്ങനെയാണ് ചിരിക്കേണ്ടി? ഒന്ന് ചിരിക്കുന്നേ. ഇന്ന് ദൈവസന്നിധി വന്നാൽ പോലും ഒന്ന് ചിരിക്കാൻ നമുക്ക് അനുവാദമില്ല. നമ്മളിങ്ങനെ വന്ന് അയ്യോ സ്തോത്രം ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പം ആ കൂട്ടായ്മയിൽ വരുന്ന ഒരു സഹോദരി കഴിഞ്ഞ തിങ്കളാഴ്ച അവർ തീരെ വയ്യാതെ 1-2 ആഴ്ച വരാതിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ പകൽ വീട്ടിലെ ഒരു 4-5 പേര് വൈകുന്നേരം വീട്ടിൽ പോയി. ചെന്നപ്പോൾ അവർ തീരെ അവശയായിട്ട് കിടക്കുക. അവരെ കണ്ടപ്പോൾ അവസാനം എഴുന്നേറ്റിരുന്നു, ചിരിച്ചു, എല്ലാവരും തിരിച്ചറിഞ്ഞു. ഒരു പാട്ട് പാടിയപ്പോൾ കൂടെ പാടി. കുടിക്കാം, എന്തെങ്കിലും കുടിക്കണമല്ലോ, എഴുന്നേൽപ്പിച്ചിട്ട് വെള്ളം കുടിപ്പിച്ചു. ഞാനങ്ങ് വരും കേട്ടോ, ഞാൻ പായസം ഉണ്ടായിക്കൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അവരെ യാത്ര ചെയ്തു. അവർ പ്രാർത്ഥിച്ചു, പിരിഞ്ഞു. അവർ പോയി 20 മിനിറ്റ് കഴിഞ്ഞപ്പം ആ സഹോദരി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അങ്ങ് പോയി. ആംബുലൻസ് ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് ആൾ പോയി. ഞാൻ ചിലപ്പം ചിന്തിക്കും, എത്ര ഭാഗ്യകരമായൊരവസ്ഥയായിരുന്നു. ഇവിടുന്ന് ഒരു 5 പേര് പോയി. അവർ ഈ ചർച്ചിൽ വരുന്നൊരു സഹോദരിയും അല്ല, ഇന്നലെ അവരുടെ അടക്കമായിരുന്നു. ഞാനും ഒന്ന് പോയി തല കാണിച്ചു. അപ്പോൾ എൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കി, ദൈവം അവരെ അത്രയ്ക്ക് സ്നേഹിച്ചു, അല്ലേ? അവർ സ്നേഹിക്കുന്ന അവർ ഈ കഴിഞ്ഞ പകലുകൂടി വരുമ്പം ഭയങ്കര സന്തോഷം. ഇന്നലെ മകൻ എനിക്ക് രാവിലെ ഒരു മെസ്സേജ് അയച്ചു, പാസ്റ്ററെ ഞങ്ങളുടെ മമ്മിയുടെ 84ാമത്തെ ബർത്ത്ഡേ പകൽ വീട്ടിൽ വെച്ച് നന്നായിട്ട് അവരെല്ലാം കൂടെ ചേർന്ന് ആഘോഷിച്ച് ദൈവത്തെ സ്തുതിച്ചു. സ്തോത്രം, എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആ വേൾഡ് വ്യൂ ഒന്ന് മാറണം. ഒരു സഭയിൽ വരുന്നവർക്ക് മാത്രമല്ല കൂട്ടായ്മ, ഈ ചർച്ച് എന്നുള്ളതിനെ ആ ലെവൽ വിട്ട് അടുത്തൊരു ലെവൽ, കിങ്ഡം എന്നൊരു ലെവലിലേക്ക് നമ്മൾ പോകണം. പ്രിയപ്പെട്ടവർ, ദൈവരാജ്യം അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവരെയും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റും.
ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ചർച്ച എന്ന് 4 ചുവരിനകത്ത് ഒതുങ്ങി വേറെ ആരെയും കണ്ടെടുത്താൽ കണ്ടും കൂടെ ആരെയൊട്ട് അംഗീകരിക്കത്തുമില്ല, ആരെയൊട്ട് സ്നേഹിക്കത്തുമില്ല, എല്ലാവരുമായിട്ടും വഴക്കും കുറ്റം പറച്ചിലും. ഇതാണ് ഇന്നത്തെ പ്രശ്നം. ഈ അവസ്ഥയൊന്ന് മാറി ഒരു ദൈവരാജ്യം എന്നുള്ള ആ കിങ്ഡം പെർസ്പെക്റ്റീവിലോട്ടൊന്ന് പോകണം. അതിലേക്ക് നമുക്ക് പിന്നീട് ദിവസം വരാം. ഇന്ന് ഞാനീ പറയാൻ പോകുന്ന ഇന്ന് ദൈവവചനം സംസാരിക്കുന്ന ബ്രദർ ജാസ്ലിനാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചില ഷിഫ്റ്റിനെ പറ്റി പറഞ്ഞു. ഒരു പവർ ഷിഫ്റ്റ്, അതായത് നമ്മുടെ സെൽഫിൽ നിന്നും ദൈവത്തെങ്കിലേക്ക്, അതായത് എൻ്റെ ശക്തിയല്ല, ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയൂ. അതിനാണ് പ്രെയർ എന്നൊരു കാര്യം നമ്മൾ കണ്ടു. അടുത്ത നമ്മൾ പറഞ്ഞു ഒരു പ്രയോറിറ്റി ഷിഫ്റ്റ്. എന്താണ്? ഇൻ റീച്ച്, ഇതിനകത്ത് വരുന്നവർക്കുള്ള ശുശ്രൂഷ മാത്രമല്ല ഒരു സഭ കൊടുക്കേണ്ടത്, അല്ലേ? ഇതിന് പുറത്തൊരു വലിയ കൂട്ടമുണ്ട്, അവരിലേക്കും ഈ ദൈവസ്നേഹം ചെല്ലണം. അവിടെയാണ് ഒരു ഷിഫ്റ്റ് നമ്മൾ പറഞ്ഞത്. അതിനുള്ള കീ എന്ന് പറഞ്ഞത് ഇവാഞ്ചലിസം, സുവിശേഷീകരണം. വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല. മൂന്നാമത് കണ്ടു, വി നീഡ് ടു ഹാവ് എ പ്രോഗ്രാം ഷിഫ്റ്റ്. ഈ ചർച്ചിനകത്ത് വരുമ്പോഴും അങ്ങ് പ്രോഗ്രാംസ്. ഇപ്പം ഞായറാഴ്ച 2ാമത്തെ പ്രോഗ്രാമാണ്. 1ാമത്തെ പ്രോഗ്രാം ഏതായിരുന്നു? ഇംഗ്ലീഷ് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പം എന്താണ്? മലയാളം സർവീസ്. അപ്പുറത്ത് നടക്കുന്നത് കുട്ടികളുടെ സൺഡേ സ്കൂൾ സർവീസ്. അത് കഴിഞ്ഞിട്ടൊരു അതുകൊണ്ടല്ലോ അല്ലേ? കാരണം മനുഷ്യനെ ഈ പറഞ്ഞ പോലെ ആത്മാവിനുള്ള പോഷണം മാത്രം പോരാ. തീർച്ചയായിട്ടും ഇറങ്ങിപ്പോയി വീട്ടിൽ ചെല്ലാൻ നമുക്ക് ഇച്ചിരി ആരോഗ്യം വേണ്ടേ? അപ്പം ദൈവം അതും തരുന്നു. അതിൻ്റെ അർത്ഥം ഉച്ച കഴിഞ്ഞ് ഹിന്ദി ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഈ ചർച്ച ഈ പ്രോഗ്രാം കൂടി വരുന്നു. പാസ്റ്റർ ബിക്കംസ് ദ പ്രോഗ്രാം കോർഡിനേറ്റർ. പക്ഷേ ഇവിടെയാണ് ഒരു ഷിഫ്റ്റ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഇവൻറ്റ്സ് ടു റിലേഷൻഷിപ്സ്. ഇനി നമുക്ക് വേണ്ടുന്ന ഇവൻറ്റ്സ് അല്ല, മോർ ആൻഡ് മോർ ഇവൻറ്റ്സ് അല്ല വേണ്ടത്, റിലേഷൻഷിപ്സ്. ഞാൻ ചോദിച്ചോട്ടെ സൗര്യമാരെ, നിങ്ങൾ എന്തിനാ ആ സൂസൈൻ്റെ വീട്ടിൽ ചെന്ന് അത്രയും നേരം ചെന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചിട്ട് വന്നത്? ബന്ധങ്ങളാണ്. അവർ പകൽ വീട്ടിൽ വരുന്നു, പകൽ വീട്ടിൽ വരട്ടെ, അവരേതെങ്കിലും ചർച്ചിൽ പോകുന്നോണ്ടായിരിക്കുമല്ലോ, അവർ നോക്കിക്കോട്ടെ, നമുക്കെന്താ കാര്യം എന്ന് വേണേൽ ഇരിക്കായിരുന്നു. പക്ഷേ ആ ബന്ധമുള്ളതുകൊണ്ടാണ് അവിടെ പോയത്. ആ ബന്ധമുള്ളതുകൊണ്ട് ആ സഹോദരി അവസാനമായിട്ട് ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചങ്ങ് വിടുവൊന്നുമല്ലായിരുന്നു. പ്രാർത്ഥിച്ച് സൗഖ്യത്തിന് വേണ്ടി, ബലത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ കർത്താവിൻ്റെ ഹിതം ആ മകളെ സ്വസ്ഥതയിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കുകയായിരുന്നു. അത് കർത്താവ് അങ്ങ് ചെയ്തു. അപ്പം ഇവൻറ്റ്സ് അല്ല നമുക്ക് വേണ്ടുന്നത്. വി നീഡ് മോർ റിലേഷൻഷിപ്സ്. ബന്ധങ്ങൾ വേണം. അതിന് വേണ്ടുന്ന ഒറ്റ കീ ഉള്ളു. എന്താണ്? ലവ്, സ്നേഹം. സ്നേഹം ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ കാണും, അല്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ കാണും. ഇന്നത്തെ പ്രശ്നം ബന്ധങ്ങളിൽ ഈ വിള്ളൽ വരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. സമയമില്ലാത്തതൊന്നുമല്ല, സ്നേഹമില്ലാത്തതാണ്. 4ാമതൊരു ഷിഫ്റ്റ്, അത് വളരെ പ്രധാനപ്പെട്ട ഷിഫ്റ്റ്. ഇത് ഞാൻ ഇന്ന് പറയണമെന്ന് വളരെ ശക്തമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ ചില കാര്യങ്ങൾ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്തപ്പം വി നീഡ് എ മിനിസ്ട്രി ഷിഫ്റ്റ്. എന്താണ്? ശുശ്രൂഷയിൽ തന്നെ ഒരു ഷിഫ്റ്റ് വേണം. എന്താണ് ഷിഫ്റ്റ്? ഫ്രം കൺസ്യൂമേഴ്സ് ടു കോൺട്രിബ്യൂട്ടേഴ്സ്. എന്താണ് കൺസ്യൂമർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? എന്താ? ഉപഭോക്താക്കൾ, അല്ലേ? കൺസ്യൂമേഴ്സിൻ്റെ ജോലി എന്താ? എല്ലാം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറമുണ്ട്, അവർക്ക് കൺസ്യൂമർ സെല്ലുണ്ട്, കൺസ്യൂമർ അദാലത്തുണ്ട്, കൺസ്യൂമർ എന്തൊക്കെയുണ്ട്. അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ റൈറ്റ്സിന് വേണ്ടി ഒത്തിരി ബഹളം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ന് ചർച്ചിൽ ഒരു വലിയ പ്രശ്നം, ചർച്ചിൽ കടന്നു വരുന്നവർ എന്തൊരു മെൻറ്റാലിറ്റിയിലാണ് വരുന്നത്? കൺസ്യൂമേഴ്സ്. ഇപ്പം ഈ കസേര വന്നിരിക്കുന്നു, അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുമ്പോൾ ഈ കസേര വേറെ ആരെങ്കിലും ഇരുന്ന അതെൻ്റെ കസേരയാ എന്ന് പറഞ്ഞാൽ യു ഹാവ് ബിക്കം എ കൺസ്യൂമർ, അല്ലേ? ആലോചിച്ച് നോക്കിയേ. ഞാൻ ചിന്തിക്കുകയാണ്, ഇന്ന് ചർച്ചസിലാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സ്. ഈ ഒരു ഷിഫ്റ്റ് വരണം. ഇനി ചർച്ചിൽ നമുക്ക് ഉപഭോക്താക്കൾ വേണ്ട, പകരം ആരാണ്? കോൺട്രിബ്യൂട്ടേഴ്സ്. അതിന് നല്ലൊരു മലയാളം വാക്ക് ഇതുവരെ കിട്ടിയില്ല. ആരെങ്കിലും ഒരു നല്ല മലയാളം വാക്ക് കണ്ടുപിടിച്ചെങ്കിൽ ഒന്ന് ഉറക്കൊന്ന് വിളിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ സംഭാവന നൽകുക, അതാണല്ലോ കോൺട്രിബ്യൂഷൻ. അതായത് പങ്കുകാരാകുക, പങ്കാളികളാകുക. അതിപ്പോൾ പാർട്ട്നേഴ്സ് ഒന്ന് വാക്ക് വരും. ശരിക്കുള്ള മലയാളം വാക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഞാൻ ഡിക്ഷണറി നോക്കിയിട്ട് അവിടെ വരുന്നത് കേട്ടോ. ചില ഹോംവർക്കൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വരുന്നില്ല, ചുമ്മാ ഇങ്ങോട്ട് ചാടിക്കയറി വരുന്നതല്ല. കറക്റ്റ് ഒരു വാക്ക് കോൺട്രിബ്യൂട്ടർ എന്നുള്ളതിന് അതുപോലെ നല്ല വാക്ക് വരുന്നില്ല. ബൈബിളിൽ ഡിക്ഷണറി കണ്ട വാക്കുകളൊക്കെ ഫണ്ണി വേർഡ്സാണ്. പക്ഷേ കാര്യം മനസ്സിലായി. ഞാനിവിടെ വരുമ്പോൾ എനിക്കെന്ത് കിട്ടുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. വാട്ട് ക്യാൻ ഐ ഗിവ്? അത് ഞാൻ സ്വോത്രാഴ്ച ഇടുമല്ലോ മാഷേ, അതല്ല ഞാൻ പറഞ്ഞത്. സ്വോത്രാഴ്ച ഇടുന്നതല്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അന്യോന്യം നമുക്ക് കൊടുക്കാനും അല്ലേ പറ്റും പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ദിവസങ്ങളിൽ ചർച്ചസ് ഹാസ് ടു
ഡി എംഫസൈസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എംഫസൈസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഊന്നൽ നൽകണം. പക്ഷേ ഡി എംഫസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊന്നരുത്, അതങ്ങ് അയച്ചു വിടണം, അതങ്ങ് ഇളക്കി വിടണം. എന്താണ്? ദ റോൾ ഓഫ് ക്ലർജി. അതായത് ഇവിടെ നിൽക്കുന്ന ആരും എന്തോ പറയുന്നത്, നിങ്ങൾ വാഷറെന്ന് പറയും, പക്ഷേ ഈ നല്ല ക്രിസ്ത്യാനിൽ എന്താ പറയുന്നത്? പട്ടക്കാരൻ അല്ലേ, ശുശ്രൂഷകൻ, പട്ടക്കാരൻ അല്ലേ, പാസ്റ്റർ അല്ലേ, തിരുമേനി എന്നൊക്കെ പറയും. ഈ ക്ലർജി. അടുത്തത് താഴെ ഇരിക്കുന്നവരൊക്കെ ലേമാൻ എന്ന് പറയും. അതിനെന്തോ മലയാളം? ഐമേനി ആണോ? ഇത് ഓർക്കണം. തിരുമേനി ഇവിടെ ആണെങ്കിൽ ഐമേനിമാരൊക്കെ ഒന്ന് കൈപോക്കിക്കേ. ബൈ ദ വേ, ഐമേനിമാരൊന്നും ഉറങ്ങരുത്. നിങ്ങളുടെ മേളിൽ ഒരു ബലൂൺ കെട്ടിയിട്ടിട്ടുണ്ട്, അതിൽ സെൻസറുണ്ട്. ആരെങ്കിലും ഉറങ്ങിയാൽ അത് പൊട്ടിത്തെറിക്കും. ഇന്നലെ ഇവിടെ വൈകിട്ട് നമ്മുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പ് വന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കി ഇതൊക്കെ ചെയ്തപ്പം കുറേ ബലൂൺ പൊട്ടി. അപ്പം ഞാൻ പറഞ്ഞു, നാളെ ബലൂൺ പൊട്ടിയാൽ പ്രശ്നമാവില്ല, മിണ്ടണ്ട, അത് ഉറങ്ങുന്നവരുടെ മേളിൽ ഇരിക്കുന്നേ പൊട്ടത്തുള്ളൂ. അവിടെ നല്ല ഉണർന്ന് ഇരുന്നോണം. എവിടെയെങ്കിലും ബലൂൺ പൊട്ടിയാൽ നാണക്കേടാവും, നിങ്ങളുടെ കീഴ് അതിൻ്റെ ഉറങ്ങിയെന്നാണ് അർത്ഥം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് ഈ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പം ഈ ക്ലർജി, ലേമാൻ അല്ലെങ്കിൽ ലേ മിനിസ്ട്രി, ഈ ഡിവൈഡ് മാറ്റിയിട്ട് ലേ മിനിസ്ട്രിക്ക് പ്രയോറിറ്റി കൊടുക്കണം. അതായത് ഈ ഐമേനിമാർക്കാണ് ശുശ്രൂഷ, അവരാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. അവരെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കായി അവരെ സജ്ജമാക്കുന്ന ജോലി മാത്രമേ ഈ പറഞ്ഞ 5 തരം ശുശ്രൂഷകരെ ദൈവം ദാനമായി സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എഫേസ്യർ 4:11 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി 5 പേർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ ജോലി? ഈ വരുന്നവരെ അവരുടെ ശുശ്രൂഷയ്ക്കായി അവരെ സജ്ജമാക്കി പുറത്തേക്ക് അയക്കുക എന്നുള്ളതാണ്. കാര്യം മനസ്സിലായോ? അപ്പം ഈ പ്രയോറിറ്റി, ലേ മിനിസ്ട്രി ഷുഡ് ബി ദ പ്രയോറിറ്റി. അതായത് മിനിസ്ട്രി ഡൺ ബൈ ദ ലേമൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, എങ്കിലും അതാണ് കാര്യം. അപ്പം ഇവിടെ ഈ കൺസ്യൂമേഴ്സിനെ കോൺട്രിബ്യൂട്ടേഴ്സ് ആക്കുക, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ സ്പെക്ടേറ്റേഴ്സായിട്ട് വരുന്നവരെ എന്താക്കുക? പാർട്ടിസിപ്പേറ്റേഴ്സ് ആക്കുക. ഇന്ന് ഒത്തിരി പേര് സഭയിൽ വരുന്ന ആരായിട്ടാ? സ്പെക്ടേറ്റേഴ്സ്. മലയാളത്തിൽ വാക്ക് പറഞ്ഞേ, എന്നെ ഒന്ന് സഹായിക്കണേ. മലയാളത്തിൽ സ്പെക്ടേറ്റേഴ്സ്, കാണികൾ. കാണികളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇനി നിങ്ങൾ ചിരിക്കണ്ട, പിന്നെ അല്ലാതെ എന്തുമായിട്ടായി കയറി വന്നേ അല്ലേ? ഞായറാഴ്ച ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ തമാശയായിട്ട് പറയാം, മലയാളത്തിലെ ചില പഴഞ്ചൊല്ല് ഇതുപോലെ വേറെ എങ്ങും ഒരു ഭാഷയിലും ഒക്കത്തില്ല. ഓണവും കാണാം. കണ്ടോ, ഇതാ ആൻറ്റിക്ക് ഒരു നാണമില്ല, അത് ഉറക്കെ അങ്ങ് പറയും. ഓണവും കാണാം, താളി ഓടിക്കുക. എന്തുവാ താളി എന്ന് ആർക്കും അറിയത്തില്ല, അത് വേറെ കാര്യം. ഇവിടെ ഈ ചർച്ച വരുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാം? സഭായവും കൂടാം, കുട്ടികൾക്ക് സൺഡേ സ്കൂളും അപ്പുറത്തൊട്ടങ്ങ് വിടാം, താഴെ കുന്നിലിൽ നിന്ന് ഒരാഴ്ചത്തേക്കുള്ള സാധനവും മേടിച്ചുകൊണ്ടങ്ങ് പോകാം. ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണവും കഴിച്ച് സന്തോഷമായിട്ട് വീട്ടിൽ പോകാം. ഒരു ഞായറാഴ്ച ഉച്ചവരെയുള്ള സമയം വളരെ വർത്തായിട്ട് നമുക്ക് ചിലവഴിക്കാം. കാര്യം ആത്മീയ പോഷണം ഞങ്ങൾക്ക് കിട്ടി, കുഞ്ഞുങ്ങൾക്ക് അപ്പുറത്ത് പോഷണം കിട്ടി, താഴെ ഒരാഴ്ചത്തേക്കുള്ള പോഷണത്തുള്ള മേടിച്ചുകൊണ്ടും പോകാം, പിന്നെ ഉച്ചയ്ക്കുള്ളതിനും എല്ലാ കൂട്ടായ്മ. അപ്പോൾ ആത്മീയവും ശാരീരികവും മാനസികവും എല്ലാം ഈ പറഞ്ഞ പോലെ കൺസ്യൂം ചെയ്യാനാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, കാണികളായിട്ട് വന്നാൽ എന്നും നമ്മൾ കാണികളായിട്ടിരിക്കും. കാണികളായിട്ടല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, ടു പാർട്ടിസിപ്പേറ്റേഴ്സ്. അതിൻ്റെ അർത്ഥം അവിടെ ഈ പങ്കാളിത്തം ശരിക്കും ഉൾപ്പെടുക, ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഉൾപ്പെടുക, ശുശ്രൂഷയിൽ ഉൾപ്പെടുക, അതിലൂടെ ചേർന്ന് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ ഫ്രം മെമ്പേഴ്സ് ടു മിനിസ്റ്റേഴ്സ്. എന്താണ്? എല്ലാവരും ഞാനവിടുത്തെ സാധാ മെമ്പറാണ്. ഈ മെമ്പർഷിപ്പിൽ തന്നെ ചിലർ പറഞ്ഞല്ലേ, എന്താ പ്രീമിയം എന്നൊക്കെ മെമ്പർ എന്നൊക്കെ പറഞ്ഞ പോലെ, ഞാൻ അവിടുത്തെ ഒരു ഓർഡിനറി മെമ്പർ. കോൺഗ്രസ്സിലൊക്കെ 2 രൂപ മെമ്പർഷിപ്പുണ്ട്, പിന്നെ പല പല ലെവൽസ് ഓഫ് മെമ്പർഷിപ്പുണ്ട്. അതുപോലെ ഇന്ന് പലരും സഭയിൽ വന്ന് ഒരു മെമ്പറായിട്ടിരിക്കുക, അംഗമായിട്ട്. എന്നോട് പാസ്റ്റർ ഞാനിങ്ങോട്ട് വരുന്നേ വല്ല വിരോധം ഉണ്ടെങ്കിൽ പറയണം, ഞാൻ വേണേൽ വരാതിരിക്കാം. എന്തോ ഇങ്ങനെ കൂടെ ഇങ്ങനെ പറയുന്നേ? ഇവിടെ മെമ്പറായിട്ടിരിക്കാൻ പറ്റത്തില്ലേ? മെമ്പറായിട്ടല്ല ഇനി സഭ ഇരിക്കേണ്ടത്, യു ഷുഡ് ബി മിനിസ്റ്റേഴ്സ്. അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ് നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നത്, അതിനു വേണ്ടിയാണ് നിങ്ങളെ കൊണ്ടുവന്നത്. പക്ഷെ പ്രശ്നം, ശുശ്രൂഷ ഉടൻ പിന്നെ മൈക്കാണ് മനസ്സിൽ ആദ്യം വരുന്നത്. അവിടെയാണ് ചെറിയൊരു പ്രശ്നം. ഈ മൈക്ക് ഒരു ശുശ്രൂഷയാണെന്നേ ഉള്ളൂ, പക്ഷേ മൈക്ക് മാത്രമല്ല ശുശ്രൂഷ. ഇന്ന് രാവിലെ എൻ്റെ കണ്ണ് നിറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച ഇവിടെ ആരാനിക്ക് വന്നിട്ട് പോയൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററേ ഞാനവിടെ ആരാനിക്ക് വരുമ്പം
ഒരു സഹോദരിയെ ഞാൻ കാണുന്നു, ഒരു പാവപ്പെട്ട സഹോദരി. അവരൊരു മൂലയിൽ ഇങ്ങനെ മാറി നിൽക്കുന്നു. അവരെ ആരും ശ്രദ്ധിക്കുന്നതായിട്ടോ അവരാരോടെങ്കിലും മിണ്ടുന്നതായിട്ടോ ആരെങ്കിലും അവരോട് മിണ്ടുന്നതായിട്ടോ ഒന്നും ഞാൻ കാണുന്നില്ല. അവരാരാണെന്ന് എനിക്ക് അറിയത്തേയില്ല. പക്ഷേ ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ആ സഹോദരിയുടെ മോഹം എന്നെ കാണിച്ചിട്ട് നീ അവളെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചെയ്ത ആരായത്? അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആളിനെ പിടികിട്ടി. ഞാൻ പറഞ്ഞു അതെ, വർഷങ്ങളായിട്ടിവിടെ വരുന്ന സഹോദരിയാണ്. ശരിയാ, ഒരു പാവപ്പെട്ട സഹോദരി. നിങ്ങൾക്ക് ആർക്കും അവരെ അറിയത്തില്ലേ, പേടിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ദൈവം പറഞ്ഞെങ്കിൽ ചെയ്യണം. ഇന്ന് രാവിലെ എൻ്റെ കൈ കൊണ്ടുവന്നൊരു പൊതി കൊണ്ട് തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് ആ സഹോദരി കൊടുത്തേക്കണേ. അപ്പം പാസ്റ്ററല്ലേ, ഞാൻ പതുക്കെ ചോദിച്ചു എത്രയുണ്ട്? ഒരു തുക പറഞ്ഞു. കാര്യം ഒരു അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു തുക പറയാൻ നിങ്ങൾ പറയണ്ട. ശരി, ഞാൻ മേടിച്ചു. ആരാധനയ്ക്ക് തൊട്ട് മുമ്പ് ആ സഹോദരിയെ ഞാൻ മാറ്റി ഒറ്റയ്ക്ക് വിളിച്ചു വിട്ടു. ഞാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ പറഞ്ഞു ഒരാൾക്ക് ദൈവം പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പൊതി തരിക എന്ന് പറഞ്ഞു. പൊതി കയ്യിലോട്ട് കൊടുത്തു. അവർ കരഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്ര രൂപയുണ്ട്. അവർ കണ്ണീരോടെ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യം കേൾക്കണോ? എൻ്റെ ജീവിതത്തിൽ ആരും ഇന്ന് വരെ ഇത്രയും തുക എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ആരുമല്ല തന്നത്, ദൈവമാണ് തന്നത്. ആളിനെ നിങ്ങൾ അറിയാൻ വേണ്ട, ആളിനറിയാൻ ഇഷ്ടവുമില്ല. ഞാനുമല്ല തന്നത്, ദൈവം നിങ്ങൾക്ക് തന്നു. നോക്കണേ, ആരും ശ്രദ്ധിക്കാത്ത ഒരു സഹോദരിയെ ഒരു മനുഷ്യൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചപ്പം അദ്ദേഹത്തിന് ദൈവം ഈ മോഹം കാണിച്ചു കൊടുത്തു. അയാൾ ഉടൻ തന്നെ ഒരു തുക കൊണ്ടുവന്ന് ഇന്ന് ആ സഹോദരിയുടെ കയ്യിലെത്തിച്ചു. വാട്ട് ഡിഡ് ദാറ്റ് ബ്രദർ ഡു? വാസ് ഹി ജസ്റ്റ് എ മെമ്പർ? He was ministering to the need of a poor person. ഒരു പാവപ്പെട്ട സഹോദരിയുടെ ആവശ്യത്തിനൊരു കൂട്ടായ്മ കാണിക്കാൻ. നിങ്ങൾക്കറിയാവുന്നൊരു വിളിക്കുന്ന സ്ത്രീകൾ നിങ്ങൾ മിടുക്കരാ. ഈ മറ്റ് സ്ത്രീകളുടെ തുണി നോക്കാൻ നിങ്ങൾ മിടുക്കരാ, വേഷം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഒരു ക്ലൂ തരാം. എല്ലാ ഞായറാഴ്ചയും ഒരേ സാരി ഉടുത്തുകൊണ്ട് വരുന്ന ഒരു സ്ത്രീ. ഓരോരുത്തർ തട്ടിക്കഴിഞ്ഞതാ പിടികിട്ടി ആരെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാ ആഴ്ചയും ഒരേ സാരി ഉടുത്തോണ്ട് വന്നാൽ ഇതുപോലെ കൊല്ലം കിട്ടുമായിരിക്കും. നിങ്ങളെൻ്റെ കണ്ണു നോക്കിയെന്ന് കണ്ടുപിടിക്കണ്ട. ഞാൻ ആ സ്ത്രീയെ നോക്കത്തേ ഇല്ല. ഇപ്പം ഞാൻ എങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത്, എല്ലാവരും നോക്കുന്നത്. ആരായിരിക്കും പാസ്റ്റർ? ആ സഹോദരി ഇവിടെ ഇരിപ്പുണ്ട് ഈ സർവീസിൽ. പക്ഷേ ആ സഹോദരിക്ക് മാത്രമേ അറിയാവൂ ഇപ്പോൾ ആരാണെന്ന്. ഞാൻ എന്തിനത് പറഞ്ഞു ചോദിച്ചാൽ, ദാറ്റ് ബ്രദർ ചോസ് to become a minister and not be just a member. That brother chose to become a contributor rather than to be a consumer. That brother chose not to be a spectator, instead be a participant. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്ന് പറയും. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഇതുപോലെ ഞാൻ എല്ലാവരും ഇനി പൊതി കൊണ്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കണമെന്നല്ല ഈ പറയുന്നത്. പക്ഷേ ഇതുപോലെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കേണ്ടത് ആരാ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ ഒരു സഹോദരൻ അവൻ നഗ്നനായിരുന്നാൽ, അവൻ വിശക്കുന്നവനായിരുന്നാൽ അല്ലേ, അവന് അതിൽ കൂട്ടായ്മ കാണിക്കേണ്ടത് ആരാ? സർക്കാരാണോ? സ്ഥല MLA ആണോ? അല്ല. തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണെങ്കിൽ നാം ഓരോരുത്തരും ഒരു അവയവം കഷ്ടം അനുഭവിക്കുമ്പോൾ ആ കഷ്ടം ഞാനും കൂടെ അനുഭവിക്കുന്നു, എൻ്റെ വേദന എനിക്ക് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞൊരു പരിഹാരം വരുത്തുന്ന അവയവങ്ങളായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ സിഗ്നിഫിക്കൻസ് ഇൻ ലൈഫ് അല്ലേ. ജീവിതത്തിനൊരു അർത്ഥം വേണം എന്ന് പറയുന്നവരാണ് എല്ലാവരും. അതെങ്ങനെയാണ്? ഇറ്റ്സ് ഓൺലി ഫൗണ്ട് ബൈ ഗിവിങ് അവർ ലൈഫ്സ് ടു എ കോസ് ബിയോണ്ട് അവർ സെൽസ്. നമുക്കപ്പുറമായി ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ദാറ്റ് ഗിവ്സ് ഫുൾഫിൽമെൻറ്റ്. ശരിയല്ലേ? അല്ലേ? നമ്മളെ കൊണ്ട് ഒത്തിരി ഒന്നും പറ്റത്തില്ല. അവിടെയും മലയാളത്തിൽ നല്ലൊരു ചൊല്ലുണ്ട്, അണ്ണാറക്കണ്ണനും ഉറങ്ങുന്നൊരു സൂക്ഷിക്കണേ ബലൂൺ പൊട്ടും. ഓക്കെ, അപ്പം ഇവിടെയാണ് ഈ ദൈവസഭയുടെ നേതൃത്വത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. കാര്യം ഈ ജനം വരുന്നവരെ അവരെ അതിലേക്ക് നമ്മൾ വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ ഇതൊരു റിയാലിറ്റി ആക്കി എടുക്കണം. ഞാൻ പറയട്ടെ, നിങ്ങൾ വിശ്വാസികളായി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്ന വർഷങ്ങളായിട്ട് ദൈവത്തെ അറിഞ്ഞ് വീണ്ടും ജനിച്ച ദൈവമക്കളായിരിക്കാം. പക്ഷേ ഞാനും ചോദിച്ചോട്ടെ, ആർ യു ഗ്രോയിങ്? ഞാൻ ചോദിക്കാറുണ്ട്, ആർ യു ഗ്രോയിങ് ഇൻ യുവർ ക്രിസ്ത്യൻ ലൈഫ്? നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം നിങ്ങൾക്ക് വളർച്ചയുണ്ടോ? അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ ആർ യു മെച്യൂർഡ്? നിങ്ങൾക്കൊരു പക്വതയൊക്കെ വന്നിട്ടുണ്ടോ? ആ പക്വത അളക്കുന്നത്
ഇറ്റ്സ് നോട്ട് മെഷേർഡ് ബൈ ദ നമ്പർ ഓഫ് ടൈംസ് എ പേഴ്സൺ അറ്റൻഡ്സ് ചർച്ച്. ഇന്ന് ഒത്തിരി പേര് പക്വത അളക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളി വരുന്നുണ്ട്, ഞാൻ ഇപ്പം പഴയ പള്ളിയിൽ പോകുന്നില്ല. ഇതൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. നിങ്ങൾ പഴയ പള്ളിയോ പുതിയ പള്ളിയല്ല വിഷയം. നിങ്ങൾ ഇവിടെ തന്നെ എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് സമയത്തിന് മുമ്പേ കയറി വരുന്നതും അല്ല വിഷയം. ബട്ട് ദ ക്വാളിറ്റി ഓഫ് ദെയർ സ്പിരിച്വൽ ലൈഫ്. എങ്ങനെയാണ് മെച്യൂരിറ്റി അളക്കേണ്ടത്? ആത്മീയ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? നിങ്ങൾ പണ്ട് വലിയൊരു മുൻകോപിയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണോ? അല്ല അല്ലേ? നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മുടെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ യുവർ കോൺട്രിബ്യൂഷൻ ടു ദ നീഡ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ള ആവശ്യങ്ങൾ നിങ്ങൾ കൂട്ടായ്മ കാണിക്കുന്നവരാണെങ്കിൽ, അതിൻ്റെ അർത്ഥം എല്ലാവർക്കും പൈസ കൊടുക്കുന്നതല്ല ഇപ്പം പറയുന്നത്. ഒരാൾക്ക് വേണ്ടി സമയം കൊടുക്കുക, ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ത്യാഗം ചെയ്യുക. നിങ്ങൾക്കുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന പണം മുഴുവൻ നിങ്ങൾക്കും അടുത്ത 10 തലമുറയ്ക്കും വേണ്ടി ചിലവാക്കാനല്ല ദൈവം തന്നത്. നിങ്ങളുടെ അയൽവക്കത്തിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നത്. അയാളുടെ കയ്യിൽ വേണേൽ ദൈവത്തിന് കൊടുക്കാം നേരെ. പക്ഷേ എന്തോ ദൈവം തീരുമാനിച്ചു, നിങ്ങൾ വിശ്വസ്തനാണ്, നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങളെൻ്റെ യുദ്ധം പോലെ കൊടുത്തോളൂ എന്ന് വിചാരിച്ചിട്ടാണ് തന്നത്. പക്ഷേ യു ആർ നോട്ട് എ ഗുഡ് സ്റ്റുവേർഡ്. വൈ? ഒരാൾക്ക് കൊടുക്കാൻ തന്ന പണം എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാനതെടുത്ത് കൊടുക്കാതെ ചിലവാക്കിയ നിങ്ങൾ എന്നെ എന്ത് വിളിക്കും? പറഞ്ഞേ, പച്ചയ്ക്ക് വിളിച്ചോ, പറഞ്ഞോ. എന്നെ എന്ത് വിളിക്കും? കള്ളൻ. കള്ളന്മാരൊക്കെ ഒന്ന് കൈപ്പൊക്കെ, കള്ളികളും. നല്ലവണ്ണം ഓർക്കണം, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന റിസോഴ്സസ് നമുക്ക് വേണ്ടി മാത്രമല്ല. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ രീതി അനുസരിച്ച് ആദിമ ക്രൈസ്തവ സമൂഹം ചെയ്തത്, ആരും തങ്ങളുടേതെന്നൊന്നും പറഞ്ഞില്ല. അവർക്കുള്ളതെല്ലാം അവരെന്ത് ചെയ്തു? പൊതുവകയെന്നെണ്ണി ആവശ്യം പോലെ അത് പകുത്തു കൊടുത്തു. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. പക്ഷെ അവർ വിജയിച്ചില്ല. പക്ഷേ ദൈവസഭ ഇന്നൊന്ന് പരീക്ഷിക്കാൻ പോലും നമുക്കുള്ള തൻ്റെ ഇടവില്ല. ഞാനിതിനുമ്പോൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. തമിഴ്നാട്ടിലൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ നല്ല സ്നേഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഭയിൽ മാത്രമേ ഉള്ളൂ സ്തോത്ര കാഴ്ച പാത്രം അങ്ങോട്ട് മുന്നോട്ട് പാസ് ചെയ്യാൻ അയക്കുമ്പം അദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റ് പറയും, ഇപ്പോൾ സ്തോത്ര കാഴ്ച പാത്രം നിങ്ങളുടെ കയ്യിൽ വരും, നിങ്ങൾ കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി കൊടുക്കാൻ കൊണ്ടുവന്നത് അതിൽ ഇടാം. പക്ഷേ ആ പാത്രം നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ഇല്ലെങ്കിൽ, കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ, നാളെ മോന് ഫീസ് കൊടുക്കാനില്ലെങ്കിൽ ആ പാത്രത്തിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് പറയാൻ തൻ്റെ ഇടമുള്ള എത്ര പാസ്റ്റർമാരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. അതിൻ്റെ അർത്ഥം ആ ദൈവദാസം മനസ്സിലാക്കി, ഈ വിശ്വാസികൾ കൊണ്ട് ഇവിടെ തരുന്ന സ്തോത്ര കാണിക്കുകയും മറ്റും അത് ഇവിടുത്തെ കാര്യത്തിന് മാത്രമല്ല, ഇവിടെ തന്നെ ആവശ്യമുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കണം. ഇതൊക്കെ പാലിച്ചിട്ടുള്ളവരൊക്കെ ഇവിടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇന്ന് എത്രത്തോളം അത് ഉണ്ടെന്നുള്ളതാണ് ഒരു വലിയ വിഷയം. ഓക്കെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. അപ്പോൾ അവിടെ മെച്യൂരിറ്റി ഈസ് നോട്ട് ഹൗ മെനി ടൈംസ് യു കം ടു ചർച്ച് എന്നല്ല, ഹൗ മച്ച് യു കോൺട്രിബ്യൂട്ട് ടു ദ നീഡ്സ് ഓഫ് others and how much are you growing spiritually. എത്രത്തോളം ആത്മീയമായിട്ട് ഞാൻ വളരുന്നുവോ, എത്രത്തോളം ഞാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്നുവോ, അത്രത്തോളം എനിക്ക് മെച്യൂരിറ്റി ഉണ്ടെന്നർത്ഥം. അപ്പം ഇവിടെ മറ്റുള്ളവർക്ക് നിങ്ങൾ ശുശ്രൂഷിക്കണമെങ്കിൽ അതിന് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപകൾ, വരങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല, 2008 ഈ ചർച്ചിൽ അന്ന് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഡിസ്കവറി ഒരു ക്യാമ്പയിൻ അങ്ങ് നടത്തി. അതായത് അന്ന് സഭയിലുണ്ടായ അന്നെല്ലാം കൂടി 200 പേരുണ്ടായിരുന്നു. ഈ 200 പേരിൽ ഏകദേശം ഒരു 130 പേര് പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമാണ്, ശുശ്രൂഷയ്ക്ക് താല്പര്യമാണ്. ശരി, ആ 130 പേരോടും ഒരു ക്വസ്റ്റനെയർ കൊടുത്തു. അവരുടെ സ്പിരിച്വൽ ആത്മീയ വരങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റനെയറായിരുന്നു. അതവരെല്ലാം പൂരിപ്പിച്ച് ഏകദേശം അത് അവസാനം ഇതിങ്ങനെ ടാലി ചെയ്ത് നോക്കുമ്പം കറക്റ്റായിട്ട് ഏകദേശം വരും. പിന്നെ ഒരു ക്വസ്റ്റനെയർ ഞങ്ങളും തയ്യാറാക്കി. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ എന്താ, വരം എന്താ, താലന്ത് എന്താ, എന്ത് പേര് വേണേലും വിളിച്ചോ. അപ്പോൾ അവർ പറയും ആ വരം ഉണ്ടെന്ന് നിങ്ങൾ പറയാൻ കാര്യം എന്താ? ആ വരം ഉണ്ടെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അടുത്തത്, ആ വരത്തിൽ, ആ താലന്തിൽ, ആ കൃപയിൽ നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം ആസ് എ ചേർച്ച്? ഇങ്ങനൊരു ക്വസ്റ്റനെയർ ഉണ്ടാക്കി 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ അല്ലാതെ വേറെ ഞങ്ങളൊരു സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഡിസ്കവറി ടൂൾ, അത് ഞങ്ങൾ വേറൊരു കൂട്ടർ ഉണ്ടാക്കിയതാണ്, അമേരിക്കയിലുള്ള കൂട്ടർ. അതിൻ്റെ മലയാളം ഉണ്ടാക്കി കൊടുത്തു. ഇൻട്രസ്റ്റിംഗ്ലി
130 പേര് പൂരിപ്പിച്ച് തന്നു. അത് ഏകദേശം കറക്റ്റായിരുന്നു. ചിലർ പറഞ്ഞ് ഞങ്ങൾക്ക് രോഗശാന്തി വരെ ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ അറിയാം? ഞാനൊരിക്കലും ഇങ്ങനെ ഒരു രോഗിക്ക് വേണ്ടി ആശുപത്രി ചെന്നപ്പം എനിക്കെന്തോ എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക കൈവച്ച്. ഞാൻ അടുത്തോട്ടൊന്ന് പതുക്കെ ചെന്ന് കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു. അതിശയം എന്ന് പറയട്ടെ, സുഖമായി അടുത്ത ദിവസം ആ രോഗി വീട്ടിൽ പോയി. ഡോക്ടേഴ്സ് ഏകദേശം തള്ളിയ കേസാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നപ്പം അടുത്ത ദിവസം അറിയുന്നു വീട്ടിൽ പോയി. ഞാൻ പക്ഷേ ഓർത്തില്ല ദൈവം ഇത്ര പെട്ടെന്ന് സൗഖ്യമാക്കുമെന്ന്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല എനിക്ക് അങ്ങനെ ഒരു കൃപയുണ്ടെന്ന്. ഞാൻ പറയട്ടെ, ഇവിടേക്ക് നിങ്ങൾ അനേകർക്ക് ഇങ്ങനെ പല കൃപകളും ദൈവം തന്നിട്ടുണ്ട് അല്ലേ? ഇതൊരു ഉദാഹരണം പറഞ്ഞതിൽ ഇതുപോലുള്ള ഏകദേശം ഒരു 10-12 സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഇതെല്ലാം ഐഡൻറ്റിഫൈ ഞങ്ങളൊരു ഗ്രൂപ്പാക്കിയിട്ട് ആ ഓരോ ഗ്രൂപ്പിനെയും ട്രെയിൻ ചെയ്യാനൊരു തീരുമാനമെടുത്തു. അപ്പോൾ ആര് ട്രെയിൻ ചെയ്യും? ഈ വരത്തിൽ നന്നായി ശുശ്രൂഷിക്കുന്നവരാരൊക്കെയുണ്ടോ അവരെ എവിടെ നിന്നാണേലും അവരെ കൊണ്ടുവരുമെന്ന് തീരുമാനിച്ചു. അന്നങ്ങനെ ഏകദേശം 16 ഗിഫ്റ്റ് ഗ്രൂപ്പ്സ് ആയിരുന്നു അല്ലേ? ഇതിനൊക്കെ ഓർമ്മ ഉണ്ടാവും. ആ കാലത്ത് 16ഓളം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ഈ ശുശ്രൂഷ എവിടെയെങ്കിലുമൊക്കെ ചെയ്യുന്നവരെ വരുത്തി കൊണ്ടുവന്ന് അവർക്ക് പ്രത്യേകം ട്രെയിനിങ് ക്ലാസ് കൊടുത്തു. എന്നിട്ട് അവർക്ക് ഈവൻ അവസാനം പ്രാക്ടിക്കൽ ക്ലാസ്സസും കൊടുത്തു. എന്തായിരുന്നെന്നറിയാം? രോഗശാന്തി വരെ ഉള്ളവരുടെ പ്രാക്ടിക്കൽ ക്ലാസ്. നിങ്ങൾ പോയി ഏതെങ്കിലും രോഗികളെ കണ്ടുപിടിച്ച് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തി കാണണം. എന്നാലാണ് പ്രാക്ടിക്കൽ. വേണ്ടേ വിളിക്കുന്ന DM കാർഡിയോളജി പാസ്സായിട്ട് ഒന്നൊരാൾ ഇപ്പോൾ ഇരിപ്പുണ്ട്. എങ്ങനെയായിരുന്നു? എഴുതി മാത്രം ഹാർട്ടിൻ്റെ പടവും വരച്ച് എഴുതി വെച്ചാൽ കിട്ടുമായിരുന്നോ? ഇല്ല. ഒത്തിരി ഹാർട്ട് പോയി പ്രാക്ടിക്കലി പോയി ചെയ്യണമായിരുന്നു. ഇതുപോലെ ക്രിസ്തീയ ശുശ്രൂഷ, ആത്മവരങ്ങളുടെ ശുശ്രൂഷയും ചുമ്മാ നമ്മൾ 1 കൊരിന്ത്യർ 12-14 കാണാപ്പാഠം പഠിച്ച് അതിൻ്റെ വലിയൊരു തീസിസ് എഴുതി PhD എടുത്താൽ പോരാ. അത് പോയി പ്രാക്ടീസ് ചെയ്യണം. അതെവിടാ പ്രാക്ടീസ് ചെയ്യേണ്ടത്? ദൈവസഭയാണ് അത് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമല്ല, അവരെ സജ്ജമാക്കുന്ന സ്ഥലം അല്ലേ? അവരെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലം. എന്നിട്ട് അത് പോയി പുറത്ത് പോയി ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ പ്രശ്നം ഈ പുറത്ത് പോയി ചെയ്യുന്നത് വിട്, അകത്ത് മൊത്തം രോഗികളാണ്. പിന്നെ എവിടാ? ദ ചേർച്ച് ഈസ് ഫുൾ ഓഫ് സിക്ക് പീപ്പിൾ അല്ലേ? അവിടെയാണ് ഇന്നത്തെ പ്രശ്നം. ആദ്യം സൗഖ്യം ഇതിനകത്താണ് വേണ്ടിയത് അല്ലേ? നമുക്കൊരു ചലഞ്ചായിട്ട് എടുക്കാം. ലോർഡ്, എനിക്ക് നീ തന്നിരിക്കുന്ന വരങ്ങളും കൃപകളും ഞാനത് എന്താണെന്ന് മനസ്സിലാക്കി അതെടുത്ത് അതിൽ ഞാൻ പരിശീലിപ്പിക്കപ്പെട്ട് സജ്ജമാക്കപ്പെട്ട് ഞാൻ പുറത്തു പോയി ആ കൃപയിൽ ശുശ്രൂഷിക്കുവാൻ ഞാൻ തയ്യാറാണെന്നൊരു തീരുമാനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ തീരുമാനമാണ് ദൈവം കാണുന്നത്. ആ തീരുമാനത്തിനനുസരിച്ച് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. ബാക്കി സഭയായിട്ട് നമുക്കൊരുമിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ. അപ്പം ഇവിടെയാണ് ആദ്യം കൃപാവരങ്ങൾ കണ്ടുപിടിക്കുവാനൊരവസരം നമുക്കുണ്ടാക്കാം. അടുത്തത് ആ കൃപാവരങ്ങളിൽ അവരെ സജ്ജമാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം. 3, ആ കൃപാവരങ്ങളിൽ പോയി ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ നമുക്ക് പുറത്തേക്ക് പോയി കണ്ടെത്താൻ പ്രിയപ്പെട്ടവർ. അപ്പോഴാണ് ശരിക്കും ചർച്ചിലൊരു ബോഡി മിനിസ്ട്രി ശരിക്കും ഫങ്ഷൻ ആവുന്നത്. സോ ദാറ്റ് എവറി ക്രിസ്ത്യൻ വിൽ സീ ദാറ്റ് ദേ ആർ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന് ഒരു ശരീരമേ ഉള്ളൂ കേട്ടോ. ആ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങൾ, ചില അവയവങ്ങൾ അകത്ത്, ചില അവയവങ്ങൾ പുറത്ത്, ചിലത് മാനം കുറഞ്ഞവ കൂടിയവ അല്ലേ, അഴകുള്ളത് അഴകില്ലാത്തതൊക്കെയുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ശരീരം. അങ്ങനെയെങ്കിൽ ഈ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഐ എം പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ചിലപ്പോൾ ഞാൻ ഒത്തിരി അഴകുള്ള അവയവമായിരിക്കത്തില്ല, ചിലത് മാനം കുറഞ്ഞവയായിരിക്കും, ചിലത് എന്നും മറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ മറഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രസക്തി ഇല്ലാതില്ല. എൻ്റെ ഹൃദയം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഹൃദയം കൃത്യമായിട്ട് ഇടിക്കുന്നുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അല്ലേ? ഇതുപോലെ എൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന എത്ര സാധനം, ചില ഓർഗൻസൊക്കെ എനിക്ക് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. പണ്ടൊരിക്കൽ ഞാൻ പോയപ്പോഴാണ് ഒരു സാധനത്തെ പറ്റി കേട്ട്, സ്പ്ലീൻ. അപ്പോൾ അന്ന് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു ഇതെന്തിനാണ് ഈ സാധനം? അപ്പോൾ അന്നത്തെ ഡോക്ടർ പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല എന്തിനാണെന്ന്. പക്ഷേ സ്പ്ലീനെക്ടമി എന്നൊക്കെ ഒരു സാധനമുണ്ട്, അതെടുത്ത് കളയുകയും ചെയ്യും. അത് ഇരുന്നാൽ എന്തോ ഗുണമെന്ന് ആർക്കും അറിയത്തില്ല പോലും. പക്ഷേ വലിയ പ്രശ്നമാണ്, കുഴപ്പമാണെങ്കിൽ എടുത്ത് കളയാൻ വേണം. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ചിലതിനെയൊക്കെ എടുത്ത് കളഞ്ഞാൽ പറ്റുമെന്ന് തോന്നുന്നില്ലേ? എന്തിനായിരിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെയല്ല. പിന്നീട് ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചു സ്പ്ലീൻ്റെ ഉപയോഗം എന്താണ് എന്ന് പറയുന്ന പോലെ. ഉപയോഗമില്ലാതെ ഒരു അവയവവും ശരീരത്തിലില്ല എന്ന് പറഞ്ഞ പോലെ ദൈവസഭയിലും ഉപയോഗമില്ലാതെ ഒരു അവയവവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഉപയോഗമുള്ള അവയവങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ, ഒന്ന് ദൈവത്തെ സ്തുതിച്ച്, കർത്താവ് എന്നെ ഉപയോഗമുള്ള, എൻ്റെ യജമാനന് ഉപയോഗമുള്ള മാനപാത്രമായി എന്നെ അവിടെ നിന്ന് ഉപയോഗിക്കുവാൻ എന്നെ അങ്ങയുടെ കരുത്തിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞൊന്ന് സമർപ്പിച്ചാട്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ, ഒരു സന്തോഷ കാര്യം കൂടെ പറയാം. ഇഫ് യു ആർ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, എവ്രി വൺ ഹാസ് അറ്റ്ലീസ്റ്റ് വൺ സ്പിരിച്വൽ ഗിഫ്റ്റ്. എന്താണ്? ഒരു ആത്മവരമെങ്കിലും ഉണ്ട്.
ഞാൻ അഭിഷേകം പോലും പ്രാപിച്ചിട്ടില്ല. ഉടനെ അവിടെ അതാ പറയുന്നത്, അഭിഷേകം പ്രാപിച്ചില്ലേ? പ്രാപിക്കണം, സംശയം എന്താ? അത് പ്രാപിക്കണം. പക്ഷേ എന്തെങ്കിലും ഒരു കൃപയില്ലാത്ത ആരും ഇവിടെ ഇല്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ, നോക്കി എന്നെ കണ്ട കൃപയുണ്ടെന്ന് തോന്നുമോ? പക്ഷെ ചിലരുടെ മോന്ത കണ്ട കൃപയുണ്ടെന്ന് തോന്നത്തില്ല. പക്ഷെ മോന്തയിലല്ല കൃപ ഇരിക്കുന്നത്, അതാ വേറൊരു പ്രശ്നം. അല്ലേ, ചിലരുടെ മോന്ത കണ്ട ഒരു കൃപയില്ല, പക്ഷേ നല്ല കൃപയായിരിക്കും, അല്ലേ? പക്ഷേ ഈ അകത്താണേലും പുറത്താണേലും ആ കൃപ എന്ന് നമുക്ക് ജ്വലിപ്പിച്ചെടുത്തേ. ഈ വരുന്ന ആളുകൾ സഭയായിട്ട് നമുക്കൊരു തീരുമാനമുണ്ട്, കർത്താവേ ഒരു കൃപയെങ്കിലും എനിക്ക് തരാതിരുന്നിട്ടില്ല. എൻ്റെ അർത്ഥം ഇത്രയും പേർക്ക് ഓരോ കൃപ തന്നിട്ടുണ്ടെങ്കിൽ ആ കൃപ കൊണ്ട് വേണം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ. നിങ്ങൾക്കൊരു പക്ഷേ ഒന്ന് സ്നേഹിക്കാനുള്ള കൃപ, ഒന്ന് കരുതാനുള്ള കൃപ, ചിലപ്പോൾ ക്ഷമിക്കാനുള്ള കൃപ, ചിലപ്പോൾ സഹിക്കാനുള്ള കൃപ, ചിലപ്പോൾ ചില ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള കൃപ, ചിലപ്പോൾ ഈ പറഞ്ഞ മിണ്ടാതിരിക്കാനുള്ള കൃപ, ചിലപ്പോഴെങ്കിലും പോയി ഒന്ന് കൂട്ടുകിടക്കാനുള്ള കൃപ, ചിലപ്പോഴെങ്കിലും ചിലരെ സഹിക്കാനുള്ള കൃപ. ഭാര്യമാരെ, നിങ്ങൾക്ക് ഒത്തിരി കൃപ വേണം കേട്ടോ. ഈ ഞങ്ങളെയൊക്കെ സഹിക്കുന്നത് വലിയൊരു കൃപയാണ്. ഓ, തിരിച്ച് അവരെ കൊണ്ടു കിടക്കുന്നത് അതിനെക്കാട്ടിലും വലിയൊരു കൃപയാണ്. ചുരുക്കി പറഞ്ഞ ഇതെല്ലാം കൃപ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല, കൃപയല്ലാതെ ഒന്നുമില്ല, ഇല്ലേ? സത്യം പറഞ്ഞാൽ അടുത്ത് പാടിൻ്റെ പാട്ട് കൃപയല്ലാതൊന്നുമില്ല. സത്യമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ആകൃപയാണ് നമ്മളെ ഇതുവരെ കൊണ്ടുവന്നത്. അപ്പോൾ ഒന്ന് നോക്കി ഒന്ന് ചിരിക്കാൻ കഴിയുന്നുണ്ടോ? അതൊരു കൃപയാണെന്നേ. ചിലപ്പം എന്നെ ഇന്ന് ഞാൻ ചർച്ച വന്നു, ആരും എന്നോടൊന്ന് ചിരിച്ചില്ല എന്നൊരാൾ പോയി വീട്ടിൽ പോയിട്ട് ചിന്തിക്കണമെങ്കിൽ ദാറ്റ് ചർച്ച് ഈസ് എ ഫെയിലിയർ. ആലോചിക്കുക, അങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ, ഇടയ്ക്ക് ഒരു സഹോദരനത് പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ പണ്ടൊരു അമ്മച്ചി വരുമായിരുന്നു, ഇവിടെയല്ല, ഗ്രേസ് മിനി ഹാളി വാടകയ്ക്ക് നമ്മളൊരു ഗരാജിൽ കൂടിക്കൊണ്ടിരുന്ന കാലത്ത്. അന്നൊരു അമ്മച്ചി ഓട്ടോയിൽ വരും. അപ്പോൾ ഓട്ടോ അങ്ങോട്ട് വന്ന് നിർത്തി വേണം, ആശ്വാസമായിട്ട് രണ്ടുമൂന്ന് പെൺകുട്ടികളാണ് നിൽക്കുന്നത്. അവർ ഓടിപ്പോയി അമ്മച്ചി ഓട്ടോയിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന്, അപ്പോൾ ഇറക്കി കൊണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ടാണ് പിടിച്ചു കൊണ്ടുവന്ന് കസേരയെ കൊണ്ടിരുത്തും. അവസാനം ഈ അമ്മച്ചി ഒരിക്കൽ, അപ്പം ഞാൻ ഈ അമ്മച്ചിയെ കാണുന്നുണ്ട്. ഒരിക്കൽ ഞാൻ അമ്മച്ചി എവിടെ വെച്ച്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബിഗ് ബസാറിൽ വെച്ച് അങ്ങോട്ട് അമ്മച്ചിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കാണുന്നുണ്ട് അമ്മച്ചിയുടെ വീട് എവിടെ? അവിടെ അവരിങ്ങനെ വലിയ 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 സ്നേഹമൊന്നുമില്ല. അവിടുത്തെ പാസ്റ്ററല്ലേ, കാണുന്നുണ്ട്, പ്രസംഗമൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഞാനവിടെ വരുന്നതേ, ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഒരു മോള് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും, അതിന് വേണ്ടിയാണ് ഞാൻ വരുന്നത്. നമ്മുടെ പ്രസംഗവും ചീറ്റിപ്പോയി, അമ്മച്ചിക്ക് പാട്ടും വേണ്ട, പ്രസംഗവും വേണ്ട, ഒന്നും വേണ്ട. കാരണം അമ്മ ചോദിച്ചപ്പോഴാണ്, അമ്മച്ചിയുടെ കൊച്ചുമക്കൾ ആരും ഇവിടെ ഇല്ല, വന്നാൽ തന്നെ ഇതുങ്ങൾ നിന്ന് അമ്മച്ചിയെ ഒന്ന് കെട്ടിപ്പിടിക്കത്തുമില്ല. ചുരുക്കി പറഞ്ഞ ആഴ്ചയെ സഭയെ വരുന്നത് ആ മോളുടെ ഒരു ഉമ്മയ്ക്ക് വേണ്ടിയാണ് വരുന്നതെന്ന്. അന്ന് എൻ്റെ കണ്ണ് തുറന്നു. ലുക്ക് ഫോർ വാട്ട് ഓൾ റീസൺസ് പീപ്പിൾ കം ടു ചർച്ച്. അന്ന് അമ്മച്ചി അങ്ങ് തുറന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞു. ഇതൊരു എത്ര വർഷം മുമ്പാണ്? 20 വർഷം, 20 25 2000-ലൊക്കെയാണ്, കറക്റ്റ് 2000, 25 വർഷമായി. 25 വർഷം മുമ്പ് ഒരു അമ്മച്ചി തുറന്ന് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു, ഞാൻ വരുന്ന ആ മോടെ ഉമ്മ മേടിക്കാനാണ്. ഇനി പറ, ഇന്ന് എത്ര പേർക്ക് ഇതുപോലെ സ്നേഹം വേണ്ടുന്നവർ? നിങ്ങളുടെ കൊച്ചുമക്കൾ വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വരുമോ? ഇല്ല. അമേരിക്കയിൽ അങ്ങനെ പിള്ളേർ മാറുന്ന അമ്മച്ചി മാറ് എന്ന് പറയും. അങ്ങനത്തെ പിള്ളേരാണ് ഇന്ന്. ദൈവസഭയിലാണ് പ്രിയപ്പെട്ടവരെ ഈ സ്നേഹമൊക്കെ അറിയേണ്ടത്. ഒരു ഹഗ്ഗിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്. ഒന്ന് എൻ്റെ അടുത്തൊന്ന് ഇരുന്നൊന്ന് വർത്തമാനം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ വീട്ടിലോട്ട് ആരെങ്കിലും ഒന്ന് വരുമോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. എല്ലായിടത്തും പാസ്റ്ററും ഭാര്യയും കയറി പോകണ്ട, നിങ്ങൾക്കൊക്കെ പോവാം. അതിനുള്ള വഴികളാണ് ഞങ്ങൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ വീൽ ഹെൽപ്പ് യു ടു ഡിസ്കവർ, ഡെവലപ്പ് ആൻഡ് യൂസ് യുവർ ഗിഫ്റ്റ്സ്. നിങ്ങളുടെ കൃപകൾ കണ്ടുപിടിക്കാനും അത് ഡെവലപ്പ് ചെയ്യാനും അത് ഉപയോഗിക്കാനും ഉള്ള വഴികൾ നമുക്കുണ്ടാക്കാം പ്രിയപ്പെട്ടവരെ. അപ്പം അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാ മിനിസ്ട്രീസിലും ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം കഴിയുമ്പം എല്ലാ മിനിസ്ട്രിയിലും പുറത്തൊരു ബോർഡ് ഇട്ടേക്കണം, എന്താണ്? നോ വേക്കൻസി. അതിൻ്റെ അർത്ഥം ആവശ്യം പോലെ ആൾ ഉണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ കഷ്ടം, എവറി ചർച്ച് റൺസ് ഓൺ വോളണ്ടിയേഴ്സ്. ശരിയല്ലേ? സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ ശമ്പളം ഉണ്ടോ? ഇല്ല, ഇല്ലേ? മുസ്ലിം പള്ളിയിൽ ഈ പറഞ്ഞ പോലെ പഠിപ്പിക്കുന്നവർക്ക് സർക്കാരിൻ്റെ ശമ്പളമുണ്ട്, പക്ഷേ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് ഇല്ല. അതിൻ്റെ അർത്ഥം വോളണ്ടിയേഴ്സ്, അല്ലേ? പാട്ട് പാടാൻ ഇവിടെ ആരെങ്കിലും പൈസ കൊടുത്താൽ പഠിപ്പിക്കും, നിങ്ങൾക്കൊക്കെ പൈസ ഉണ്ടോ? ഇല്ല. ഇവരെല്ലാം വോളണ്ടിയേഴ്സാണ്. ഇവിടെ ചെയ്യുന്നതുകൊണ്ടാണ് മീഡിയ ചെയ്യുന്നവരെല്ലാം വോളണ്ടിയേഴ്സാണ്.
ഇവിടെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും മിക്കവാറും വോളണ്ടിയേഴ്സ്. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്നറിയോ? എവറിത്തിങ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ വോളണ്ടിയേഴ്സ്. അവർ ദിവസം വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. പക്ഷേ ഞാൻ ഈ ചർച്ച എപ്പോഴും പറയും, വോളണ്ടിയേഴ്സ് എന്നൊരു വാക്ക് മിണ്ടിപ്പോരുത്. ദർ ആർ നോ വോളണ്ടിയേഴ്സ് ഇൻ ചർച്ച്, ഇറ്റ്സ് ഓൺലി വർക്കേഴ്സ്. അല്ലേ? വേലക്കാരാണ് നമ്മളെല്ലാവരും. ഞാനൊരു വേലക്കാരൻ അല്ലേ? ഞാൻ ദൈവത്തിൻ്റെ വേലക്കാരൻ മാത്രമല്ല, നിങ്ങളുടെയും വേലക്കാരനാണ്. അങ്ങനെ നമ്മൾ അന്യോന്യം വേലക്കാരാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ അന്യോന്യം നമ്മൾ ശുശ്രൂഷിക്കണം, അന്യോന്യം സേവിക്കണം അല്ലേ? അങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിച്ച് അന്യോന്യം സ്നേഹിക്കുമ്പം ലോകം കണ്ടിട്ട് പറയും, കണ്ടോ അവരാ ക്രിസ്ത്യാനികൾ. കാര്യം എന്താ? അവരുടെ സ്നേഹം കണ്ടോ. എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.